ഹലോ, ഞാനൊരു ഡോക്ടറാണ്, ഒരു ഫിസിഷ്യനാണ്. അപ്പം കുറച്ച് നാളായി ആലോചിക്കുന്നു വീഡിയോസ് ഇടുന്നതിനെ പറ്റിയിട്ട്. അപ്പം ഇതൊരു യാത്രയാണ്, നമ്മളെ മനുഷ്യനെ പറ്റി, നമ്മളെ ശരീരത്തിനെ പറ്റി ആഴത്തിലറിയാനൊരു ശ്രമം. എൻ്റെ കൂടെ പോരുന്നോ? നമുക്ക് ഈ യാത്ര ഒരു പ്രത്യേക രീതിയിൽ പോവാമെന്ന് ഞാൻ കരുതി. എപ്പോഴും നമുക്ക് രോഗലക്ഷണങ്ങൾ ഒരു ഡോക്ടറുടെ അടുത്ത് വൃത്തിക്ക് പറയാൻ പറ്റിയാൽ അത് അത്രയും നല്ലതാണ്, രോഗിക്കും ഡോക്ടർക്കും. അപ്പം നമുക്ക് രോഗലക്ഷണങ്ങളിലൂടെ യാത്ര ചെയ്ത് മനുഷ്യ ശരീരത്തെ ആഴത്തിൽ പഠിക്കാൻ ഒന്ന് ശ്രമിക്കാം. അപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ കോമൺ ആയിട്ട് വരാവുന്ന ഒരു സാധനമാണ് പനി. അപ്പോൾ എന്താണ് പനി എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ, ഒരു നോർമൽ ടെമ്പറേച്ചർ ഉണ്ടാവും. ആ ടെമ്പറേച്ചർ എങ്ങനെ വ്യതിയാനം വരുന്നു എന്നും കൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം നമുക്ക് പനി എന്താണെന്ന് എളുപ്പം മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. പനി, അത് മെഡിക്കൽ ലിറ്ററേച്ചറിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഫീവർ ഇസ് എൻ എലിവേഷൻ ഇൻ കോർ ബോഡി ടെമ്പറേച്ചർ അബവ് ദ സെറ്റ് പോയിന്റ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ പ്രീ ഒപ്റ്റിക് ഏരിയ ഓഫ് ഹൈപ്പോതലാമസ്. അപ്പോൾ ഇത് നമുക്കൊരു സാധാരണ ഒരാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാൻ ശ്രമിക്കാം. നമുക്കൊരു ടെമ്പറേച്ചർ ഉണ്ട് നമ്മൾ ജനിച്ച് വീഴുമ്പോൾ, പിന്നെ അത് ഇല്ലാതാവുന്നത് നമ്മൾ മരിക്കുമ്പോഴാണ്. അപ്പോൾ ആ ടെമ്പറേച്ചർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യും നമ്മളെ ബോഡി. അതിലെ ഏറ്റവും പ്രധാന ഏരിയ, ആ മെയിൻ്റനൻസിന് ഏറ്റവും പ്രധാന ഏരിയ നോക്കുന്നത് നമ്മളെ തലച്ചോറിലെ ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ആ ഹൈപ്പോ തലാമസ് എന്ന് പറഞ്ഞ ഏരിയയിൽ പ്രീ ഒപ്റ്റിക് ഏരിയ എന്ന് പറഞ്ഞ ഏരിയ ആണ് ഈ പണി ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ എ സിയിലൊക്കെ ഇപ്പോൾ 26 ഡിഗ്രി 27 ഡിഗ്രി സെറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ബോഡിക്ക് അനുസരിച്ച് നമ്മൾ ബോഡി കംഫർട്ടബിളായി വർക്ക് ചെയ്യാൻ ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നതും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ഉള്ളതാണ് പ്രീ ഓപ്റ്റിക് ഏരിയൻ്റെ പണി. അപ്പം ഈ പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചറിനെക്കാട്ടും കൂടുതൽ പോകുന്ന അവസ്ഥ, അതെന്താണോ അതാണ് പനി. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എത്ര പേർക്ക് അറിയാവുന്ന എനിക്കറിയില്ല. എത്ര പേര് പനീനെ ഒരു നല്ല സുഹൃത്തായി കാണുന്നു, എത്ര പേര് പനീനെ ഒരു ശത്രുവായി കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കൂടുതൽ പേരും പനീനെ വെറുക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പനി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഒരു അനുകൂലമല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ, ആ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അണുബാധയാവാം, അല്ലെങ്കിൽ ശരീരത്തിൽ നീര് വരുന്ന അവസ്ഥ, ഇൻഫ്ലമേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ, നമ്മളുടെ പ്രതിരോധ ശക്തി തകരാറ് വന്ന് നമ്മളുടെ ശരീരത്തിന് അറ്റാക്ക് ചെയ്യുന്ന അവസ്ഥ, അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ ചിലതരം മാലിഗ്നൻസീസ്, ക്യാൻസറുകൾ, ചില മരുന്നുകൾ, ചില പ്രത്യേകതരം മരുന്നുകൾ, എല്ലാ മരുന്നുകളും അല്ല, ചില പ്രത്യേകതരം മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് പനിയിലൂടെയാണ്. അപ്പം അണുബാധേനെ ഒതുക്കാൻ ആണ് പനി വരുന്നത് എന്ന് വേണം നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ. അപ്പോൾ പനി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സുഹൃത്തും കൂടെയാണ്, ശത്രു ആണെങ്കിൽ കൂടി നല്ലൊരു സുഹൃത്തും കൂടെയാണ്. പനി ഇല്ലായിരുന്നെങ്കിൽ അണുബാധ വരുന്നത് പോലും നമ്മൾ അറിയാതെ, അണുബാധ കാഠിന്യം കൂടി നമ്മളുടെ അവയവങ്ങൾക്ക് അവയവങ്ങൾ കേടുവന്നതിന് ശേഷം മാത്രമേ നമ്മൾ അണുബാധ വന്നിട്ടുണ്ടെന്ന് തന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അണുബാധ വരുമ്പോൾ തന്നെ നമ്മുടെ ബോഡി നാച്ചുറലായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പനി വരുന്നത്. അതല്ലാതെയുള്ള മറ്റു ചില അവസ്ഥകളും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും അവസ്ഥ പറഞ്ഞതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇപ്പം നാളെ ഒരു ജലദോഷപ്പനി വരുമ്പം അത് നീര് വന്നതാണോ, ഓട്ടോ ഇമ്മ്യൂൺ ആണോ, മാലിഗ്നൻസി ആണോ എന്നൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് പനി വരാനുള്ള സാധ്യത അണുബാധ കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ആദ്യം ഞാൻ അണുബാധ എന്ന് തന്നെ പറഞ്ഞത്. മറ്റു കാര്യങ്ങൾ എപ്പോഴാണ് നമ്മൾ സംശയിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിട്ടുമാറാത്ത പനി വരും. ചിലപ്പോൾ 2 ആഴ്ചയാവാം, അല്ലെങ്കിൽ 3 ആഴ്ചയാവാം, അല്ലെങ്കിൽ 1-2 മാസത്തിന് മുകളിലാവാം. നമുക്കിങ്ങനെ വിട്ടുമാറാത്ത പനി വരുമ്പോൾ വേണം നമ്മൾ മറ്റു കാര്യങ്ങളും കൂടെ ആലോചിക്കാൻ. അല്ലാതെ ഒരു 2-3 ദിവസത്തെ പനി വരുമ്പോഴേക്കും ആരും
ചിന്തിക്കരുത് അയ്യോ എനിക്ക് ക്യാൻസർ ആണോ എന്ന്. ഈ വീഡിയോ കണ്ടതിന് ശേഷം ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ? 37°C. അത് ഫാരൻഹീറ്റ് പറയുകയാണെങ്കിൽ 98.6. ഈ 37°ൻ്റെ 0.5 കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. നമ്മുടെ ബോഡിയിൽ ഒരിക്കലും ഒരു ഫിക്സഡ് ടെമ്പറേച്ചർ എന്ന് പറയാനില്ല. അതിപ്പം നാച്ചുറലായിട്ട് തന്നെ വ്യതിയാനം ഉണ്ടാവും സ്വാഭാവികമായിട്ട്. അപ്പം അതിലിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പൊതുവെ ഒരാളുടെ ശരീരത്തിൽ നോക്കുകയാണെങ്കിൽ രാവിലെ സമയത്ത് ചെറിയ ടെമ്പറേച്ചർ ഇച്ചിരി കുറവായിരിക്കും, വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. ഇതെല്ലാം നാച്ചുറലായിട്ട് സംഭവിക്കുന്നതാണ്. ഇതൊരു അബ്നോർമാലിറ്റി അല്ല, നോർമലാണ്. അപ്പം നോർമൽ എന്താണെന്ന് അറിഞ്ഞാലേ നമുക്ക് അതിൻ്റെ അപ്പുറത്തോട്ട് അബ്നോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ ദിവസം ചെല്ലുന്തോറും വേരിയേഷൻ വരുന്ന പോലെ തന്നെ നമ്മളുടെ ആക്ടിവിറ്റീസിനനുസരിച്ചും നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. അപ്പം നല്ല ചൂടത്ത് പണിയെടുത്ത് ഫിസിക്കലി എക്സേർട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഒരാളുടെ ബോഡി തൊട്ട് നോക്കിയാൽ ചിലപ്പം കുറച്ച് ചൂട് കൂടുതലായിരിക്കും. അതേസമയം ഒരു AC റൂമിലിരുന്ന് കുറേ സമയം ഇരുന്ന് വരുമ്പം നമുക്ക് തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അയാളുടെ കൈയും കാലും തണുത്തായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പം ഇതെല്ലാം നമ്മുടെ ബോഡി നമ്മുടെ ചുറ്റുപാടിനും നമ്മളുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ചും നമ്മളുടെ ഈ പറഞ്ഞ ബോഡി ഒരു ഡേൻ്റെ നോർമൽ വേരിയേഷൻ അനുസരിച്ചും എല്ലാം വ്യത്യാസം കാണിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ ബോഡി. അപ്പോൾ അതിൽ 37° ±5 അതൊരു നോർമൽ റേഞ്ചിൽ നമുക്ക് വെക്കാം ഭൂരിഭാഗം ആൾക്കാരുടെ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പം നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, നമ്മളെ തലച്ചോറിൽ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അതാണ് ഇതിലെ ഹയസ്റ്റ് സെൻറ്റർ. ബ്രെയിൻ ആണല്ലോ നമ്മളെ ബോഡീനെ ഏറ്റവും കൂടുതൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നൊരു അവയവം. അപ്പോൾ ആ ബ്രെയിനിൽ തലച്ചോറിൽ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞ ഏരിയ ആണ് നമ്മൾ ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യുന്ന സെൻറ്റർ. ഈ സെൻറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ സെൻറ്ററിന് ഇൻപുട്ട് വരണം. ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നൽ ആയിരിക്കും. അത് നമ്മളെ നെർവ്സിലൂടെ എത്തുന്നതാണ്. ഈ നെർവ്സിന് ആരാണ് സിഗ്നൽ കൊടുക്കുന്നത്? ഒരു റിസപ്റ്ററാണ്. അപ്പോൾ റിസപ്റ്ററിനെ നമ്മൾ എന്ത് വിളിക്കും? ടെമ്പറേച്ചർ ആയിട്ട് ബന്ധമുള്ള റിസപ്റ്ററിനെ നമ്മൾ എന്ത് വിളിക്കും? തെർമോ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കും. അപ്പോൾ തെർമോ റിസപ്റ്റേഴ്സ് നമ്മുടെ ബോഡിയിൽ പല സ്ഥലത്തായിട്ടുണ്ട്. ഇവരുടെ ഇൻപുട്ട് നെർവ്സിലൂടെ വന്ന് ബ്രെയിനിലെത്തുമ്പോഴാണ് നമ്മളുടെ ഹൈപ്പോതലാമസ് ചുറ്റുപാടിനെ പറ്റിയും നമ്മളുടെ ബോഡി ടെമ്പറേച്ചറിനെ പറ്റിയും ഒക്കെ അറിയുന്നത്. ഈ റിസപ്റ്ററിൻ്റെ സിഗ്നലിനനുസരിച്ചാണ് ഹൈപ്പോതലാമസ് പുറത്ത് ചൂട് കൂടുതലുണ്ടല്ലോ, അപ്പോൾ നമ്മളൊന്ന് വേർത്തേക്കാം, അല്ലെങ്കിൽ പുറത്ത് തണുപ്പാണല്ലോ എന്നാൽ നമുക്ക് കുറച്ച് വിറയൽ വരുത്തിയേക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾക്ക് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ ആയിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തെർമോ റിസപ്റ്റേഴ്സ് 2 തരത്തിലുണ്ട്. ഒന്ന് നമ്മളുടെ തൊലിപ്പുറത്തൊക്കെ കാണുന്ന റിസപ്റ്റേഴ്സ്. രണ്ടാമത്തത് നമ്മളുടെ ആന്തരിക അവയവങ്ങളിലും നമ്മുടെ നാഡീവ്യൂഹത്തിലും പിന്നെ നമ്മൾ ഹയർ സെൻറ്റർ തലച്ചോറിലെ ഹൈപ്പോതലാമസിലും ആണ് മറ്റ് ടൈപ്പ് റിസപ്റ്ററുകൾ. അപ്പോൾ പുറമേ നമ്മൾ തൊലിപ്പുറത്തുള്ള റിസപ്റ്ററിനെ എന്ത് വിളിക്കും? പെരിഫറൽ, ഏറ്റവും പുറത്തുള്ള സാധനമാണല്ലോ, അതിനെ പെരിഫറൽ തെർമോ റിസപ്റ്റർ എന്ന് വിളിക്കും. ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളിലും നാഡീവ്യൂഹത്തിലും ഹൈപ്പോതലാമസിലുള്ള തെർമോ റിസപ്റ്ററിനെ നമ്മൾ സെൻട്രൽ തെർമോ റിസപ്റ്റർ എന്നും വിളിക്കും. ഇനി നമുക്ക് പനി എങ്ങനെ വരുന്നു എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പം ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നൊന്ന് വായിക്കാം. ഹൈപ്പോതലാമസ് റേസസ് ദ സെറ്റ് പോയിന്റ് ഇൻ റെസ്പോൺസ് ടു ദ ഫീവർ ഇൻഡ്യൂസിങ് ഏജൻസ് പൈറോജൻസ്. പൈറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട്. അപ്പോൾ ചൂട് ജനറേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ ഇവരെവിടെ നിന്ന് വരുന്നു? ഇവർ 2 തരത്തിലുണ്ട്. ഒന്ന് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്, മറ്റു സാധനങ്ങൾ പുറത്തുള്ള സാധനങ്ങൾ. നമ്മുടെ ശരീരത്തിന് ഉള്ളിൽ തന്നെയുള്ള സാധനത്തിന് എൻഡോജീനസ് പൈറോജൻസ് എന്ന് വിളിക്കും. പുറത്തുനിന്ന് വരുന്ന സാധനത്തിന് എക്സോജീനസ് പൈറോജൻസ് എന്ന് വിളിക്കും. എന്തായാലും പൈറോജൻസ് നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനോട് നമ്മളെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോതലാമസ്, അതാണല്ലോ റെഗുലേറ്റിംഗ് സെൻറ്റർ.
ഈ ഹൈപ്പോതലാമസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 27 ഡിഗ്രിയാണ് സെറ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് മെല്ലെ AC നമ്മൾ ഒരുപാട് ചൂട് വേണ്ട അല്ല തണുപ്പ് വേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും 27 എന്നുള്ളത് മെല്ലെ 28ഉം 29ഉം ഒക്കെ ആക്കുന്നത് പോലെ നമ്മുടെ ബോഡി 37 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണല്ലോ, അതിന്ന് മെല്ലെ 38, 39, 40 ആക്കും. അപ്പം ആ സെറ്റ് പോയിന്റ് ഹൈപ്പോതലാമസ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിലാവാൻ വേണ്ടി ബോഡി പല രീതിയിൽ മെക്കാനിസം കാഴ്ചവെക്കും. എന്നിട്ട് എന്ത് സംഭവിക്കും? നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നേരത്തെ സെറ്റ് ചെയ്ത് 37 പകരം 38, 39 അല്ലെങ്കിൽ 40 ഒക്കെ ആവും. ഈ അവസ്ഥയാണ് നമ്മളുടെ പനി. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ ആഴത്തിലൊന്ന് ഇറങ്ങി നോക്കാം. എൻഡോജീനസ് പൈറോജൻസിന്റെ കുറച്ച് എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് വായിച്ചു പോകാം. IL-1, IL-6, TNF ആൽഫ. ഈ IL എന്ന് പറഞ്ഞാൽ ഇന്റർലൂക്കിൻ 1, ഇന്റർലൂക്കിൻ 6, പിന്നെ ട്യൂമർ നെക്രോസിസ് ഫാക്ടർ TNF ആൽഫ. ഇവരൊക്കെ നമ്മുടെ ശരീരത്തിൽ തന്നാലെ ഉൽപ്പാദിപ്പിക്കുന്ന പൈറോജൻസ് ആണ്. എന്നാൽ എക്സോജീനസോ, ഇവര് നമ്മളുടെ അണുബാധ ഉണ്ടാക്കുന്ന ആൾക്കാർ, അപ്പം അത് വൈറസ് ആവട്ടെ, ഫംഗസ് ആവട്ടെ, ബാക്ടീരിയ ആവട്ടെ, ഇവരുടെയൊക്കെ ഇത് ഏറ്റവും ചെറിയ നമുക്ക് നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത സാധനങ്ങളാണല്ലോ. എന്നിരുന്നാൽ പോലും ഇവർക്ക് നമുക്കൊരു ID കാർഡ് ഉള്ള പോലെയാണ് ഈ പൈറോജൻസ് ഇവരുടെ ശരീരത്തിലുണ്ടാവും. ഈ ബാക്ടീരിയൻ്റെ ആയാലും വൈറസിൻ്റെ ആയാലും ഇവർ നമ്മുടെ ശരീരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ ID കാർഡ് ഉപയോഗിച്ച് നമ്മൾ സ്വാപ്പ് ചെയ്യുന്ന പോലെ ആയിരിക്കും ഇവർ നമ്മളുടെ ബോഡിയിലെ പല സ്ഥലത്തും പോയി സ്വാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി റെസ്പോണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പൈറോജൻസ് എന്ത് ചെയ്യും? നമ്മളെ എൻഡോജീനസ് പൈറോജൻസിനെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യും. നമ്മൾ ID കാർഡ് പോയി സ്വാപ്പ് ചെയ്യുന്ന പോലെ ഇവരുടെ ബാക്ടീരിയൻ്റെയും വൈറസിൻ്റെയൊക്കെ ID കാർഡാണ് നമ്മളുടെ എക്സോജീനസ് പൈറോജൻസ്. ഇത് പോയി സ്വാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ റെക്കഗ്നൈസ്ഡ് ആവുന്ന പോലെയാണ്. ആ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കയറി എന്ന് റെക്കഗ്നൈസ് ആവുന്ന അവസ്ഥ പോലെയാണ് എന്ത് എൻഡോജീനസ് പൈറോജൻസ് ആക്ടിവേറ്റ് ആവും. ബാക്കി പരിപാടി എൻഡോജീനസ് പൈറോജൻസ് ആണ് നടത്തുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പൈറോജൻസ് എല്ലാവരും കൂടെ പോയിട്ട് ഒരു എൻസൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് അത് മുന്നോട്ട് നടക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു വസ്തു. അപ്പോൾ സൈക്ലോ ഓക്സിജനേസ് എന്ന് പറഞ്ഞൊരു എൻസൈം ഉണ്ട്. നമ്മുടെ എല്ലാ കോശങ്ങളിലും ഭൂരിഭാഗം കോശങ്ങളിലും ഉള്ള ഒരു എൻസൈമാണ് സൈക്ലോ ഓക്സിജനേസ്. അപ്പോൾ ഇതിന് പോയിട്ട് ഇവർ സ്വിച്ച് ഓൺ ആക്കും ഈ പൈറോജൻസ്. അപ്പോൾ സൈക്ലോ ഓക്സിജനേസ് എന്ത് ചെയ്യും? ആ കെമിക്കൽ റിയാക്ഷൻ അങ്ങ് നടത്തിക്കും. എന്ത് കെമിക്കൽ റിയാക്ഷൻ? പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കുന്ന കെമിക്കൽ റിയാക്ഷൻ. ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? അരാക്കിഡോണിക് ആസിഡ് എന്ന് പറഞ്ഞൊരു ആസിഡ്. ഈ അരാക്കിഡോണിക് ആസിഡ് എവിടെയുണ്ട്? ഇത് നമ്മളുടെ ഭൂരിഭാഗം കോശങ്ങളുടെയും ഒരു കവറിങ് ഉണ്ട്. ആ കവറിങ്ങിലുള്ള ആസിഡാണ്. അപ്പോൾ ഈ ആസിഡിന് എന്തുണ്ടാവും? പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉണ്ടാവും. അത് ഉണ്ടാക്കാൻ സഹായിക്കുന്ന എൻസൈം സൈക്ലോ ഓക്സിജനേസ്. അപ്പോൾ പ്രോസ്റ്റാഗ്ലാൻഡിൻ പല തരത്തിലുണ്ട്. അതിലൊരു തരമാണ് PG പ്രോസ്റ്റാഗ്ലാൻഡിൻ E2. ഇവർ പോയിട്ട് ആരെ സ്റ്റിമുലേറ്റ് ചെയ്യും? സൈക്ലിക് AMP എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ. നമ്മൾ നേരത്തെ പറഞ്ഞു, വളരെ ലളിതമായി ഞാൻ പറഞ്ഞു, സിഗ്നൽ കൊടുക്കും, നെർവ്സിലൂടെ സിഗ്നൽ പോകും എന്നുള്ളത്. അപ്പോൾ ഈ സിഗ്നൽ കൊടുക്കുന്നത് എല്ലാ രാസവസ്തുക്കൾ നാഡികളിലൂടെ കടന്ന് മറ്റൊരു നാഡിയിലെത്തുമ്പോഴോ അല്ലെങ്കിൽ ഒരു കോശത്തിലെത്തുമ്പോഴാണ് സിഗ്നൽ ആവുന്നത്. അപ്പോൾ അങ്ങനെ നാഡികളിൽ കൂടെ പോകുന്ന സിഗ്നലാണ് ഈ സൈക്ലിക് AMP. അപ്പോൾ ഈ സൈക്ലിക് AMPനെ സ്റ്റിമുലേറ്റ് ചെയ്യും, സ്വിച്ച് ഓൺ ആക്കും ഈ PGE2. സൈക്ലിക് AMP എവിടെ പോയിട്ടാണ് പ്രവർത്തിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈപ്പോതലാമസിൽ. അവിടെ പോയിട്ട് പറയും, നമുക്ക് പ്രശ്നമുണ്ട്, പുറം രാജ്യത്തിലെ ആൾക്കാർ നമ്മുടെ ശരീരത്തിൽ കയറിയിട്ടുണ്ട്, അവരെ തുരത്തണമെങ്കിൽ നമുക്ക് പനി വേണം, അപ്പോൾ കുറച്ച് ടെമ്പറേച്ചർ കൂട്ടണം എന്നുള്ള വിവരം കൊടുക്കും ഹൈപ്പോതലാമസ്. അങ്ങനെ അതിനനുസരിച്ച് ഹൈപ്പോതലാമസ് എന്ത് ചെയ്യും? നേരത്തെ പറഞ്ഞ സെറ്റ് പോയിന്റ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂട്ടും. ഈ കൂട്ടുന്ന അവസ്ഥ പനിയാണെന്ന് മനസ്സിലായി. ഇത് എങ്ങനെയൊക്കെയാണ് കൂടുന്നത് എന്ന് നമുക്ക് ഇനി അടുത്ത സ്ലൈഡിൽ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ സൈക്ലിക് AMP ആണ് ഇതിൽ ചൂട് കൂട്ടുന്നതിൻ്റെ
പ്രധാന സൂത്രധാരൻ. ഇതിൽ 3 കാര്യങ്ങളാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത്. നാരോയിങ് ഓഫ് ബ്ലഡ് വെസൽസ്, അതായത് രക്തക്കുഴലുകളെല്ലാം ചുരുങ്ങി വരിക. ഷിവറിങ്, നമ്മളെ വിറയൽ. പിന്നെ മെറ്റബോളിസം ഓഫ് സെൽസ്, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും ശ്വസിക്കുന്നുണ്ട്. ശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ മൂക്കിലൂടെ ഓക്സിജൻ എടുക്കുന്നതിനല്ല, അതിൻ്റെ ഭാഗമായി ഓക്സിജൻ ഉപയോഗിച്ച് എനർജി ഉണ്ടാക്കി ജീവിക്കുന്ന ഒരവസ്ഥ. അപ്പം ഈ 3 പ്രക്രിയകളിലും കുറച്ച് മാറ്റം വരുത്തുമ്പോഴാണ് നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചർ കൂടുന്നത്. എന്തൊക്കെ മാറ്റമായിരിക്കും? രക്തക്കുഴലുകളെല്ലാം ചുരുങ്ങിയാൽ എന്ത് സംഭവിക്കും? നമ്മളുടെ തൊലിപ്പുറത്ത് രക്തക്കുഴലുകളെല്ലാം വികസിച്ചിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ രക്തത്തിൽ ഉണ്ടാകുന്ന ആ ചൂട് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റും. അപ്പം ഈ രക്തത്തിലെ ചൂട് പുറത്തോട്ട് പോകരുത്, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ മാക്സിമം ആ ചൂട് നിൽക്കാൻ രക്തക്കുഴലുകളെല്ലാം ചുരുങ്ങും. അപ്പോൾ ആ ചൂട് പുറത്തോട്ട് പോകുന്നത് തടയും. നമുക്കറിയാം, ഏതൊരു ചൂട് പാത്രത്തിൽ നമ്മൾ ഒരു വെള്ളം ചൂടാക്കി ഒരു പാത്രത്തിൽ വെച്ച് നമ്മൾ അന്തരീക്ഷത്തിൽ വെക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വെള്ളത്തിൻ്റെ ചൂട് പതുക്കെ പതുക്കെ അന്തരീക്ഷത്തിലോട്ട് എത്തി വെള്ളം തണുക്കും. അപ്പോൾ അത് എപ്പോഴും നടക്കുന്നതാണ്. നമ്മുടെ ശരീരത്തിലായാൽ പോലും നമ്മളെ ആ രക്തത്തിലെ ചൂട് നമ്മളെ തൊലിനോട് എത്ര ചേർന്ന് രക്തം ഓടിക്കുന്നോ അത്രയും എളുപ്പം നമ്മുടെ രക്തത്തിലെ ചൂട് പുറത്തോട്ടും ആയിട്ട് എക്സ്ചേഞ്ച് ആവും. അപ്പോൾ അങ്ങനെ എക്സ്ചേഞ്ച് വരാതിരിക്കാൻ രക്തക്കുഴലുകളെല്ലാം ചുരുങ്ങി ചൂടെല്ലാം ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ വെക്കാൻ ശ്രമിക്കും. 2, ഷിവറിങ്. വിറയൽ സമയത്ത് എന്ത് പറ്റും? നമ്മളെ മസിലുകളെല്ലാം ആണ് വിറയ്ക്കാൻ സഹായിക്കുന്നത്. മസിലിൻ്റെ ആക്ടിവിറ്റി, ഇപ്പം നമ്മൾ ഓടിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ? നമ്മളൊന്ന് ചൂടാവും. അതേപോലെ തന്നെയാണ് എല്ലാ മസിലും കൂടെ വിറയൽ ഉണ്ടാക്കുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടും. പിന്നെ അതേപോലെ മെറ്റബോളിസം, നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെല്ലാം പല രീതിയിൽ മെറ്റബോളിസം ചെയ്യാറുണ്ട്. ഏകദേശം പറയുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട്, മെറ്റബോളിസത്തിൻ്റെ ഔട്ട്പുട്ട് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ എനർജി ഉണ്ടാക്കാനാണ്. നമുക്കൊന്ന് നീങ്ങണമെങ്കിൽ നമുക്ക് എനർജി വേണം. അതിൻ്റെ ഭാഗത്തോട്ട് ഞാനിപ്പോൾ പോകുന്നില്ല, നമ്മുടെ പനി കേന്ദ്രീകരിച്ചാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ഈ എനർജി ഉണ്ടാക്കാൻ നമ്മുടെ കോശങ്ങൾ ചില പ്രക്രിയകളൊക്കെ നടത്തും. അതിൽ ഒരു 30% അല്ലെങ്കിൽ 40% എനർജി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ബാക്കി 60% 70% ചൂടായിട്ടാണ് പുറത്ത് വരിക. അപ്പോൾ മെറ്റബോളിസം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ചൂടുണ്ടാകുന്നതും കൂടും. ഇങ്ങനെ 3 രീതിയിൽ നമ്മുടെ ശരീരം ചൂട് കൂട്ടാൻ നോക്കും. ഇങ്ങനെയാണ് നമുക്ക് പനി വരുന്നത്. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ നേരത്തെ ഒരു എൻസൈമിൻ്റെ പേര് പറഞ്ഞിരുന്നു, സൈക്ലോ ഓക്സിജനേസ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു മരുന്നാണ് പാരസെറ്റമോൾ. പാരസെറ്റമോൾ കഴിക്കാതെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു ഒരു 5% 10% ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും ഒരു തവണയെങ്കിലും പാരസെറ്റമോൾ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ പാരസെറ്റമോൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും കൂടെ ഞാൻ വളരെ ലളിതമായി പറയാം. പാരസെറ്റമോൾ എന്ന മരുന്ന് പോയിട്ട് ഈ സൈക്ലോ ഓക്സിജനൈസ് എന്ന് പറഞ്ഞ എൻസൈമിനെ തടയും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളെ പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉണ്ടാവില്ല. പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉണ്ടായില്ലെങ്കിൽ എന്തുണ്ടാവും? നമ്മളെ സൈക്ലിക് AMP ന്യൂറോ ട്രാൻസ്മിറ്ററായിട്ട് സിഗ്നൽ കൊടുക്കില്ല. സൈക്ലിക് AMP പണിയൊന്നും ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കില്ല? രക്തക്കുഴൽ ചുരുങ്ങില്ല, വിറയൽ വരില്ല, മെറ്റബോളിസം കൂടില്ല. അപ്പോൾ നമ്മൾ സാധാരണ ടെമ്പറേച്ചർ, സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ തന്നെയായി നിൽക്കും. സെറ്റ് ചെയ്തിരിക്കുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ തന്നെ ആയിരിക്കും. അത് കൂട്ടാനായിട്ട് നമുക്കുള്ള ബോഡിക്ക് പറ്റാതാവും. അപ്പോൾ പനി കുറയും. ഇങ്ങനെയാണ് പാരസെറ്റമോൾ പനി കുറയ്ക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ മനസ്സിലാവാത്ത ഭാഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഞാൻ ആനിമേഷനിലൂടെയോ അല്ലെങ്കിൽ വേറൊരു പവർ പോയിൻറ്റ് സ്ലൈഡിലൂടെയോ അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഇനി നിങ്ങൾക്ക് ഇതിലെല്ലാം മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആഴത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്കിലൂടെയോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.